ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ചിപ്സ് ഉണ്ടാക്കിയാലോ വീട്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നല്ല പച്ചക്കായ കൊണ്ടുള്ള ചിപ്സാട്ടാ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കണങ്ങാടി നല്ല ടേസ്റ്റും ഉണ്ട്, നല്ലതുമാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തോലിങ്ങനെ ഊതിക്കളയാട്ട. ഇനി ഇതേ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ടുണ്ട്. എന്നിട്ടാട്ടോ ആക്കണത്, അല്ലെങ്കിൽ കറ കൈമേലാവും കേട്ടോ. ഇനി ഇതാ നമ്മളിത് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കട്ടെ. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. തീരെ കട്ടില്ലാതെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഈ ഒരു കട്ടിയിൽ വേണം. ഇനി ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. ഇനി ഇതാ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ പച്ചപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതൊന്ന് കുറച്ചൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മഞ്ഞൾപ്പൊടി വെള്ളം ഉണ്ടല്ലോ, അതിന് 1 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്താ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ എണ്ണയൊക്കെ പോയ ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഇതാക്കി വെച്ച എല്ലാതും അതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. ഇതാ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ക്രിസ്പി ആയിട്ട് നമ്മളെ ചിപ്സ് റെഡി ആയിട്ടാ. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടോ, നല്ല ക്രിസ്പിയാണ്. ഇതായി ഈ സൗണ്ട് കേട്ടിട്ടേ നിങ്ങൾക്ക് മനസ്സിലാവണില്ല നല്ല ക്രിസ്പിയാണെന്ന്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റുണ്ട്, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.